ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ളോഗ്സ്. സോ ഇത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീട് കാണിക്കണമെന്നുള്ളത്. ഇതാണ് എൻ്റെ കുഞ്ഞു വീട്. ഒറ്റ റൂമാണ്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കയറാൻ ഒരു ഡോർ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പുറകിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടും നമ്മളൊരു ഡോർ വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 ഡോറാണ് വെച്ചിട്ടുള്ളത് കയറാനും ഇറങ്ങാനായിട്ട്. പിന്നെ ഇത് ബാത്റൂമാണ്. സോ ബാത്റൂമിന് ഡോറൊന്നുമില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു കർട്ടൻ പോലെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ കാണാം. സോ വീട് നിൽക്കുന്നത് കുറച്ച് ഡേഞ്ചർ സോണിലാണ്. എപ്പോൾ വേണമെങ്കിലും വീട് ഇടിഞ്ഞ് വീഴാം, അല്ലെങ്കിൽ അടുത്ത മഴക്കാലത്ത് വീട് ഇടിഞ്ഞു പോകുന്ന രീതിയിലൊക്കെയാണ് വീട് നിൽക്കുന്നത്. ഞാൻ ഒത്തിരി പേരെ പോയി കാണുകയൊക്കെ ചെയ്തായിരുന്നു ഈ ഒരു കാരണവും പറഞ്ഞിട്ട്. അപ്പോൾ വീട് നല്ല രീതിയിൽ എടുക്കണം എന്നൊക്കെയായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷേ എൻ്റെ കാലിന് പ്രോബ്ലം വന്നതോടുകൂടി എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നീട് ഞാൻ ആൾക്കാരുടെ സഹായത്തോട് കഴിയേണ്ട ഒരു പ്രത്യേക അവസ്ഥയിലോട്ട് എൻ്റെ ഒരു ജീവിത സാഹചര്യം മാറുമായിരുന്നു. അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ തന്നെ ഇവിടെ വിറ്റിട്ടോ അല്ലെങ്കിൽ വിൽക്കാതെയൊക്കെ എനിക്ക് വേറെ സ്ഥലം മേടിക്കാനൊക്കെ പറ്റുമായിരുന്നു. ജോലിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ ഉമ്മൻചാണ്ടിയുടെ മകനെയൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. എരുമേലി പള്ളിയിൽ ഉസ്താദിനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. എരുമേലിൽ നിന്ന് ഒരുപാട് പേർക്ക് സ്ഥലം കൊടുക്കുന്നു, വീട് വെച്ച് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെയൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ സാഹചര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല. അതുപോലെ ഉമ്മൻചാണ്ടിയുടെ മകനെ പോയി കണ്ടിട്ടും അവർ പറഞ്ഞ കൊടുക്കാൻ പറ്റത്തില്ല, അവിടെയുള്ള ആൾക്കാർക്കേ കൊടുക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് നമുക്കൊരു സഹായം ലഭിച്ചില്ല. അങ്ങനെ പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ. സോ അവരൊക്കെ മെസ്സേജ് അയച്ചിട്ടും ഒരു റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് ഒരു ആൺകുട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് സഹായം കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ ഇന്നെൻ്റെ വീടിൻ്റെ സാഹചര്യം എങ്ങനെയാണെന്നും എന്താണെന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വാ നമുക്ക് വീഡിയോ കുഴപ്പം പ്ലൂം. ഇതാണ് നമ്മുടെ കുഞ്ഞു വീട്. പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീട് കാണണമെന്ന്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതൊരു കുഞ്ഞു വീടാണ്. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം. വീടിന് അടിത്തറയൊന്നുമില്ല. ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ പെട്ടെന്ന് തന്നെ കെട്ടി ചെറിയതായിട്ട് ജസ്റ്റ് ഒന്ന് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വീടാണ്. ഇവിടെ കയറി താമസിച്ച ശേഷമാണ് എൻ്റെ കാലിന് വയ്യാതാവുന്നതും ഞാൻ വീട്ടിലിരിപ്പാവുന്നതൊക്കെ ഇവിടെ താമസിച്ചതിന് ശേഷമാണ്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നല്ലൊരു വീട് വയ്ക്കണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. പിന്നെ ഒരു കുന്നിൻ്റെ മണ്ടയിലായതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴത്ത് വീഴാനുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ വീട് നിൽക്കുന്നത്. അതൊക്കെ ഞാൻ കൂടുതലായിട്ട് കാണിക്കാം. ഇതാണ് എൻ്റെ വീടിൻ്റെ റൈറ്റ് സൈഡിൽ ചെറുതായിട്ടുള്ളൊരു കുഴി പോലെയുണ്ട്. അതിൻ്റെ മണ്ടയിൽ തന്നെ വലിയൊരു വാർത്ത വീടുണ്ട്. അപ്പോൾ അതൊരു 2 ഇഞ്ച് പോലും അകലമില്ലാത്ത രീതിയിലാണ് ആ ഒരു വീട് നിൽക്കുന്നത്. അതിൻ്റെ മുകളിൽ തന്നെ വലിയൊരു പാറ നമ്മുടെ വീട്ടിലോട്ട് വീഴാവുന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുവാണ്. അത് വീണ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വീട് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴത്ത് പോകും. പിന്നെ എൻ്റെ വീടിൻ്റെ താഴത്ത് ഒരു വീട് വന്നിട്ടുണ്ട്. പുതുതായിട്ടൊരു വീട് വന്നതാണ്. അപ്പോൾ അവർ ആ ഒരു വീട് എടുത്തപ്പോൾ അവിടെ എന്ന് പറയുന്നത് വലിയ കുഴി പോലെ ആയിരിക്കണം. നമ്മുടെ ഈ കല്ലൊക്കെ വെട്ടിയെടുക്കുന്ന വലിയ കൽക്കോറി ഉണ്ടാവുമല്ലോ, അതുപോലെ വലിയ കുഴിയായിരിക്കുകയാണ്. അപ്പം നമ്മുടെ വീട് വളരെ ഡേഞ്ചർ സോണിലാണ് നിൽക്കുന്നത്. ഇതാണ് ആ വലിയ വീട്, താഴത്ത് കാണുന്നതാണ് ആ വലിയ വീട്. അവരുടെ വസ്തുവാണ്, അവർക്കിഷ്ടം മാതിരി അവർ വെട്ടും. നമുക്കതിലൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അവരുടെ വീട് അവർക്കിഷ്ടം പോലെ അവർ വെട്ടും. അപ്പം നമുക്ക് വെട്ടണ്ടെന്നൊന്നും പറയാനുള്ള റൈറ്റ്സ് ഇല്ലല്ലോ. അങ്ങനെ അവർ അവിടെ വലിയ കുഴി പോലെ ആക്കിയിരിക്കുകയാണ്. ഓൾറെഡി വീട് ഡേഞ്ചർ സോണിൽ നിൽക്കുന്നു. ആ വീടിന് അടിത്തറയില്ല. മഴയൊക്കെ പെയ്യുമ്പോൾ വീടിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് വെള്ളം ഒഴുകുന്നുണ്ട്. അപ്പോൾ അത്രയും കൂടെ കുഴിയും കൂടെ കുഴിച്ചപ്പോൾ നമ്മുടെ വീട് വളരെ ഡേഞ്ചർ സോണിലാണ്. ഇനിയൊരു മഴയോ കാറ്റോ മണ്ണിടിച്ചിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ കാര്യം അധോഗതിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കണ്ടോ, ഇത് വലിയ കുഴിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുമെന്നറിയില്ല. വീടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വലിയൊരു കുഴിയായിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും മണ്ടിലാണ് നമ്മുടെ വീടിരിക്കുന്നത്. ഈ അടുത്ത് തന്നെ വലിയൊരു കല്ലിടിഞ്ഞ് താഴത്ത് വീണിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ മഴ വരുമ്പം വലിയ കല്ലുകളൊക്കെ ഇടിഞ്ഞ് താഴോട്ട് പോകുന്നുണ്ട്.
മണ്ണൊലിച്ച് നല്ല രീതിയിലുണ്ട്. എത്രത്തോളം വീട് പിടിച്ച് നിൽക്കുമെന്ന് അറിയില്ല, കാരണം അടിത്തറയില്ലാത്ത വീടാണ്. അത്രയും അകലത്തിൽ ഒരു 2 ഇഞ്ച് പോലും അകലമില്ല ആ കുഴിക്ക്. വലിയൊരു കുഴിയാണ്. നിങ്ങൾക്കിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കറക്റ്റ് കാണിച്ചു തരാം എത്രത്തോളം ഡേഞ്ചർ സോണിലാണ് എൻ്റെ വീട് നിൽക്കുന്നത്. ഇത് കണ്ടോ, ആ വലിയ മുകളിൽ താഴത്തോട്ട് വരും വലിയൊരു കുഴി പോലെ. നമ്മുടെ കൽക്കോറിയൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഈ കല്ല് വെട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ, അതുപോലെ വലിയൊരു കുഴിയായിട്ടാണ് നിൽക്കുന്നത്. ഒരു മൂന്നാൾ അടിക്കുക, അതായത് വലിയൊരു നീട്ടമുള്ള വ്യക്തി ഒരു 3 ആൾ നിന്ന് കഴിഞ്ഞാൽ എത്ര അടി ഉയരം ഉണ്ടാവും, അത്രയും അടി ഉയരത്തിലാണ് നമ്മുടെ വീട് നിൽക്കുന്നത്. വളരെ ഡേഞ്ചർ സോണിലാണ്. ഇത് കണ്ടോ, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവുന്നുണ്ടാവും. ഇപ്പം നിങ്ങൾ കണ്ടോ, അത്രയും മുകളിലാണ് നമ്മുടെ വീട് നിൽക്കുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാകണ്ടോ, ആ മണ്ടയിലൂടെയാണ് നമ്മൾ വീട് നിൽക്കുന്നത്. അത് 2 ഇഞ്ച് പോലും അകലമില്ല. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴത്തോട്ട് വീഴാവുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ വീട് നിൽക്കുന്നത്. അവരെ വസ്തുവിൽ അവരത്രയും കുഴിച്ച് താഴ്ത്തുമ്പോൾ നമുക്കതിനൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, എത്ര കുഴിച്ച് താഴ്ത്തണം അല്ലെങ്കിൽ എത്ര കുഴിച്ച് താഴ്ത്തണം എന്നൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ്. അപ്പോൾ അതിലൊന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പം നമ്മുടെ വീട് നിൽക്കുന്നത് വളരെ ഡേഞ്ചർ സോണിലാണ്. മുകളിലാണെങ്കിൽ ഒരു പാറ നമ്മുടെ വീട്ടിലോട്ട് ഇങ്ങനെ വീഴാൻ വേണ്ടി നിൽക്കുന്നു. അതും അത്യാവശ്യം വലിയ കുഴിയാണ്. പക്ഷേ താഴത്താണ് ഏറ്റവും വലിയ കുഴി എന്ന് പറയുന്നത്. വലിയ കൽക്കോറി പോലെ കുഴിച്ച് വെച്ചിരിക്കുകയാണ്. നേരത്താണെങ്കിൽ ഒരാളടി ഒരൊക്കെ ഉള്ളൂ, പക്ഷേ താഴത്ത് അങ്ങനെയല്ല, വലിയൊരു കുഴി തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത മഴയ്ക്കോ കാറ്റത്തേക്കോ ചിലപ്പോൾ നമ്മുടെ വീട് വീണ് പോവാം, നമ്മുടെ ജീവൻ നഷ്ടപ്പെടാം. ഒരുപാട് നാളത്തെ സ്വപ്നമായിരുന്നു ഒരു സ്ഥലം മേടിക്കുക, നല്ലൊരു വീട് വെക്കുക എന്നൊക്കെ. ഒത്തിരി കഷ്ടപ്പെട്ടു. ഞാൻ ഓർഫണേജിലൊക്കെ കിടന്നിട്ട് ഒത്തിരി കഷ്ടപ്പെട്ട് ഞാൻ രാത്രിയും പകലും അധ്വാനിച്ചുണ്ടാക്കിയൊരു വീടാണിത്. പക്ഷേ ഇവിടെ ഞങ്ങൾ വരുമ്പം ഏകദേശം ഒരു നിരപ്പായ ഭൂമിയായിരുന്നു. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് വിറ്റ് ഒരു കോളനി പോലെയായി. അവരവരുടെ ഭാഗം അവരവർ കുഴിച്ചെടുത്തപ്പം നമ്മുടെ വീട് ഭയങ്കര ഡേഞ്ചർ സോണിലായി. അപ്പം ഇപ്പം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഒരു ജീവൻ ഇതിൻ്റെ ഉള്ളിൽ കഴിയാൻ പറ്റാത്ത രീതിയിലാണുള്ളത്. മാത്രമല്ല, ഇപ്പം നിങ്ങൾ 2 ടാങ്ക് കണ്ടിട്ടുണ്ടാകും. ഇവിടെ മാസത്തിൽ ഇല്ല 1.5 മാസം കൂടുമ്പോൾ ഒരു മാസം കൂടുമ്പോഴേക്കാണ് വെള്ളം വരുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം വെള്ളമില്ലെങ്കിൽ അറിയാലോ. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ആ പ്ലും.